ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞങ്ങളൊരു പീച്ചി ഡാം കാണാൻ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പീച്ചി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഡാമാണ്. തൃശ്ശൂർ ജില്ലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാം തന്നെയാണ് പീച്ചി. PSC അറേഞ്ച് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം PSC എക്സാമിന് പോയതാണ്. അപ്പോൾ പീച്ചി ഡാം ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് അകത്ത് കയറിയത്. വെള്ളം കുറവേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒരാഴ്ച മുമ്പാണേ. ഇപ്പോൾ നല്ല മഴയുണ്ട്, പക്ഷേ ഒരു 2 ദിവസം മുമ്പാണ്, ബുധനാഴ്ച ആയിരുന്നു എക്സാം കേട്ടോ. അപ്പോൾ അന്നാണ് പോയത്. അപ്പോൾ ദേ പീച്ചിയുടെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം പോണ കനാലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. ചെറുതായിട്ട് എന്തോ പണി നടക്കുന്നതിൻ്റെ വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. മണൽത്തിട്ടൊക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ ഷട്ടർ തുറന്നിടുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആനയൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവർ. പിന്നെ നമുക്കിവിടെ കുട്ടവഞ്ചിയിൽ മറ്റേ സവാരി ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പാണ് കേട്ടോ. അതിൻ്റെ മോട്ടറും സാധനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തും അവിടെ വർക്കിംഗ് ആണ്. തൃശ്ശൂർ ജില്ലയിൽ സിറ്റിയിലേക്ക് ഫുള്ളായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് പീച്ചി ഡാമിൽ നിന്നാണ്. അപ്പോൾ നമ്മളത് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഇവിടെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. ചെറിയൊരു പാർക്കുണ്ട്, ചെറിയൊരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. അങ്ങനെ മുകളിൽ കയറി. ഇതും കൂടി കയറിയാൽ മാത്രമേ നല്ല വ്യൂ കാണുള്ളൂ. പക്ഷേ ഇതും കൂടി കയറാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എക്സാമൊക്കെ കഴിഞ്ഞ് ഏകദേശം തളർന്ന മട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ പടികളൊന്നും കയറിയില്ല കേട്ടോ. അതുവരെ കയറി. പക്ഷേ നല്ല വ്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഡാം മൊത്തത്തിൽ കാണാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ എക്സാമിന് വന്നവർ തന്നെയാണ് കൂടുതലും അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഡാം കണ്ടു. ചെറിയൊരു തോട്ടം, അതായത് പൂന്തോട്ടം എന്ന് പറയാം അല്ലേ, ചെറിയ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു പൂന്തോട്ടം ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു യാത്ര